ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്താണ്, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്ന് നമ്മൾ പെരിഞ്ജീരകം പൊടിക്കുന്നതാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഹോട്ടൽ രുചിയിൽ നമ്മുടെ വീട്ടിലുള്ള കറികളെല്ലാം ഏതൊരു കറിയാണെങ്കിലും ഹോട്ടൽ രുചിയിൽ അതിൻ്റേതായുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെരിഞ്ജീരകം പൊടിക്കുന്നത് കേട്ടോ. വെറും പെരിഞ്ജീരകം മാത്രം പൊടിക്കുന്നതിനേക്കാളും ഇതിൽ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ യൂസ് ചെയ്തുകൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഹോട്ടൽ രുചിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു 4 അണ്ടിപ്പരിപ്പ് എടുക്കാം. ഞാനിവിടെ 100 ഗ്രാമിൽ ഒരു 80 ഗ്രാമാണ് പെരിഞ്ജീരകം എടുത്തിട്ടുള്ളത്. അതിലോട്ട് 4 അണ്ടിപ്പരിപ്പ് നമുക്ക് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചെറു തീയിൽ കരിയാതെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. 4 തന്നെ മതിയോ, 4 അല്ലെങ്കിൽ 5 മതിയാവും കേട്ടോ. ഓവർ ആവണ്ട. ഒരു ഇതിലോട്ടുള്ള കണക്കാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഒരു 100 ഗ്രാമിലേക്ക് 4 അണ്ടിപ്പരിപ്പ് മതിയാവും. നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ, ഒരു കളർ മാറുന്നത് വരെ. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് മാറ്റിയിട്ട് ആ ഒരു പാനിലോട്ട് തന്നെ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ 80 ഗ്രാം പെരിഞ്ജീരകം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ആ ഒരു പാനിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. വറുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂട് നല്ല രീതിയിൽ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറു തീയിൽ നന്നായിട്ട് വറുക്കുക. അതിൻ്റെ ആ ഒരു വെള്ളം നമ്മൾ കഴുകിയതാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം ഡ്രൈ ആവുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ചെറു തീയിൽ. തീ കൂടി കഴിഞ്ഞാൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. തീ കുറച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ചെറു തീയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ചെറു തീയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. ശേഷം നമുക്കിതിലോട്ടൊരു 5 ഗ്രാമ്പു, 5 അതിൽ ഓവർ ആവരുത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5 ഗ്രാമ്പു മാത്രം ഇടാം. ഈ ഒരു വറുക്കുന്ന വറവ് അത്യാവശ്യം ആയതിനു ശേഷം നമ്മൾ പെരിഞ്ജീരകം കുറച്ചൊന്ന് ചൂടായി വറവായതിന് ശേഷം ഈ ഒരു 5 ഗ്രാമ്പു നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ചെറുതീയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചൂട് തട്ടുന്ന സമയത്ത് അതിൻ്റെ കളറ് ചെറുതായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ നല്ലൊരു സ്മെല്ല്, പെരിഞ്ജീരകം വറവിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം അതും നല്ല രീതിയിൽ വറുക്കുക. കൈ നിർത്താതെ ഇളക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം ചെറിയ സാധനം ആയതുകൊണ്ട് തന്നെ അഥവാ നമ്മൾ കൈ തട്ടാത്തിടം വന്നു കഴിഞ്ഞാൽ കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് വറുത്തെടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ വറുത്തെടുക്കുക കേട്ടോ. ഗ്രാമ്പു ഇട്ട് അത്യാവശ്യം വറവായതിന് ശേഷം നമുക്ക് നന്നായി കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില അത്യാവശ്യം ഉള്ളതിനനുസരിച്ച് അത്യാവശ്യം നമ്മൾ ഒരു 4 ഇല്ലയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ. നമ്മൾ ഈ ഒരു പെരിഞ്ജീരകം പൊടിച്ചതിനായാലും അല്ലെങ്കിൽ കറിക്കായാലും നല്ലൊരു സ്മെല്ല് കിട്ടും. കറിവേപ്പില ഒരുപാട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ ഇടാം. നല്ലൊരു ടേസ്റ്റാണ്. അതും നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുക. നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുക. കറിവേപ്പിലയിലെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആക്കി അതൊന്ന് നല്ല രീതിയിൽ വാടുന്നത് വരെ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പെരിഞ്ജീരകവും കറിവേപ്പിലയും അതുപോലെ തന്നെ ഗ്രാമ്പും അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായിട്ടുള്ള ഇതിലൂടെ ഒന്നുകൂടെ നമുക്കിതിൽ വെച്ചിട്ട് ഒന്നുകൂടെ വറുത്ത് ഈ ഒരു പെരിഞ്ജീരകത്തിൻ്റെ ആ ഒരു മിക്സിയിലിട്ടിട്ട് തന്നെ അണ്ടിപ്പരിപ്പ് ഒന്നുകൂടെ ചൂടാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി നല്ല രീതിയിൽ ചെറു തീയിൽ തന്നെ ആയതുകൊണ്ടാണ് അത്യാവശ്യം ടൈം എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം. കാരണം തീ കൂടി കഴിഞ്ഞാൽ നമുക്കിത് കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ തീ വളരെ കുറഞ്ഞ് സ്ലോയിലായിട്ട് തന്നെ വെക്കുക കേട്ടോ. സിമ്മിലിട്ടിട്ട് തന്നെ വെക്കുക. നന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് നല്ലൊരു സ്മെല്ലെല്ലാം ഇതിലിട്ട് കഴിയുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും. അങ്ങനെ അത് പിടിച്ച് നോക്കുന്ന സമയത്ത് പൊട്ടുന്ന രീതിയിലാവുന്നത് വരെ നന്നായിട്ട് വറുക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വറവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ചൂട് തണിയാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. പ്ലേറ്റിൽ നല്ല രീതിയിലൊന്ന് പരത്തി വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം മിക്സി ജാറിലിടുക കേട്ടോ. അല്ലാതെ പക്ഷേ നമുക്ക് മിക്സി തന്നെ മൊത്തത്തിൽ ചൂടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പെരുംജീരകം വറുത്ത് വെച്ച് നമ്മൾ മിക്സിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്, ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതാണ്. ഇത് പൊടിച്ച് കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കറികളുടെ കൂടെ ഏത് കറികൾക്കാണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു സ്പൂൺ നമ്മൾ കറികളുടെ അളവനുസരിച്ച് ഒരു സ്പൂണോ അര സ്പൂണൊക്കെ യൂസ് ചെയ്യാം. ഹോട്ടലിലൊക്കെ ഉള്ള രുചിയിൽ തന്നെ നമുക്ക് കട്ടിയിൽ, വളരെ കട്ടിയിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയവർ ഫീഡ്ബാക്ക് അറിയിക്കൂ കേട്ടോ.